ബെയ്റൂത്തിന് തെക്ക് വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ വലിയ സ്ഫോടന പരമ്പരകൾ ഉണ്ടായി. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽക്കറിൽ വ്യോമാക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് രാത്രി ബെയ്റൂത്തിലും വ്യോമാക്രമണം ഉണ്ടായതെന്നും റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ കടലിൽ നിന്നും കരയിൽ നിന്നും മിസൈൽ അയക്കുമെന്നും എണ്ണപ്പാടങ്ങൾ കത്തിക്കുമെന്നും തിരിച്ചടിച്ച് പ്രകോപിച്ചാൽ അണ്വായുധ ശേഖരത്തിന് മേൽ ബോംബാക്രമണം നടത്തുമെന്നും ഇസ്രായേൽ ഇറാന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം ഇസ്രായേലിനെതിരെ വൻ മിസൈൽ ആക്രമണത്തിന് ശേഷം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനും രാജ്യത്തിന്റെ പദ്ധതികൾ സംബന്ധിച്ച ഒരു പൊതുപ്രഭാഷണം നടത്താനും ഒരുങ്ങുന്നുണ്ട്. 5 വർഷത്തിന് ശേഷമാണ് ഖമേനി ഇത്തരത്തിലൊരു അസാധാരണ പ്രഭാഷണം നടത്തുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ വാർഷികത്തിന് 3 ദിവസം ബാക്കി നിൽക്കെ കൂടിയാണിത്. സെൻട്രൽ ടെഹ്റാനിലെ ഇമാം ഖമേനി ഗ്രാൻഡ് മൊസല്ല പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമെന്നാണ് ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.